നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പണിക്കൻകുടി റൂട്ട് വന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കയറിയെന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ വഴി ഓരോ സ്ഥലത്ത് പോയതാണ്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിട്ട് കുറേ നാളായി. അതെ അതെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ വന്നപ്പോൾ ഇവിടെ ചേട്ടായി ആകെ നിരാശ പിടിച്ച് ഉൽപ്പാദനം ഇല്ല ഇങ്ങനെ ഭയങ്കര ഒരു പ്രതിസന്ധി നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് വിളിക്കുമ്പോൾ പോലും ചെടിയൊക്കെ നന്നായി ഉൽപ്പാദനം കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചേട്ടാനെ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്നൊരു പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് കിരൺ. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം മഞ്ഞപ്പാറ. ഇപ്പോൾ ഇത് പണിക്കൻകുടിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു 1 ഏക്കർ സ്ഥലം പാട്ടമാണ്. 2-ാം വർഷം, 2 വർഷം കഴിഞ്ഞു. അപ്പോൾ മുമ്പ് ഈ ഏലകൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്? ഞാൻ നേരത്തെ ഈ വാർക്കക്കട്ടള അതിൻ്റെ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റോറിൽ കുറച്ച് നാൾ നിന്നായിരുന്നു. അപ്പം പകലോടെ ഈ പറമ്പിലെ പണിക്കൊക്കെ കൂടിയപ്പോൾ ഏലമൊക്കെ കണ്ട് അപ്പോൾ അന്നേരം ചെറിയൊരു താല്പര്യം തോന്നി. അങ്ങനെ പിന്നെ നമ്മുടെ സ്വന്തം പറമ്പിൽ ഏലം ഇട്ടു, പണി ആരംഭിച്ചു. ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് ഇൻസ്പയർ ആയല്ലേ? അത്യാവശ്യം അങ്ങനെയൊക്കെ പോയി. ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ ഈ ഏലത്തിലെ കൃഷിയിലേക്ക്? ഒരു 5 വർഷം. 5 വർഷം. ഓക്കെ. അപ്പോൾ ഈ 5 വർഷം മുതൽ ഇന്നിപ്പോൾ 2026, അപ്പോൾ 2021 തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഈ തോട്ടം എടുത്തിട്ട്? ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. പിന്നെ വേറെ എവിടെയെങ്കിലും തോട്ടം ഉണ്ടോ? ഇനി നമുക്ക് വീടിൻ്റെ അവിടെ ഒരു 1 ഏക്കർ അടുത്ത്. ഓക്കെ. അപ്പോൾ ചേട്ടയുടെ തുടക്കകാലം, അപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കേട്ടപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റി അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്നുള്ളത്. കാരണം ഇപ്പോഴും ഒരുപാട് പുതിയ ആൾക്കാർ ഏലം മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്നവരുണ്ട്, എന്നാൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൃഷി അനുഭവം ഈ പുതിയതായിട്ട് ഏലം മേഖലയിലേക്ക് വന്നിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഞാൻ കൃഷിയറിവുകൾ ഒരു ആവറേജ് കൃഷിക്കാരനാണ് കേട്ടോ. എൻ്റെ കൊലച്ച് കുത്തി കായ്ച്ചിട്ടൊന്നുമില്ല. അല്ല, സാധാരണ ഒരു കർഷകനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആവറേജേ ഉള്ളൂ. പിന്നെ അതിന് മേളിലോട്ട് പണത്തിന് മേലെ പണം എറിഞ്ഞാൽ മാത്രമേ പറഞ്ഞ പോലെ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള തോട്ടങ്ങൾ കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു പണിക്കൻകുടി മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള മേഖലയാണ്. ഇവിടെ കാ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി റിസ്ക്കുമാണ്. നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? നനയ്ക്കാൻ വെള്ളം കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ബേസ്മെൻറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ മഴക്കാലത്തിന് മുമ്പ് ഉള്ള മണ്ണൊരുക്കങ്ങൾ അവിടെ തൊട്ട് നമുക്ക് ഒരു A to Z സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം വേര് സംരക്ഷണമാണ് ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത്. അപ്പം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ വേരിന് വേണ്ടി ഒരു വേലമ്പ്രയമായി പ്രാവശ്യം കലക്കി വെച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു CN കൊടുത്തു. CN മൾട്ടിക്ക് അളവ് പറയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. CN 1.5 കിലോ, മൾട്ടിക്ക് 13.45 ഒരു 1/2 കിലോ. പിന്നെ സീവീഡ് പല ഇതുണ്ട്, അപ്പം പല അളവാണ്. ഞാൻ ചെയ്തത് കമ്പനി ഞാൻ ഓർക്കുന്നില്ല, അതൊരു 100 ഗ്രാം പൗഡർ ഫോമായിരുന്നു. അതൊരു 100 ഗ്രാം വെച്ച് ഇത്രയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് കൊടുത്തപ്പോൾ എന്ത് മാറ്റമാണ് ചെടിക്ക് കണ്ടത്? അതായത് അത്യാവശ്യം വേലമ്പ്രയം കൊടുത്തപ്പോഴേക്കും വേരിൻ്റെ അതായത് നിമിറ്റോഡ് ഉണ്ടായിരുന്നു. നിമിറ്റോഡ് മാറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയുടെ ലീഫൊക്കെ നല്ല വീതിക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെടിയാണെങ്കിലും വളർച്ചയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ CN കോമ്പോ കൊടുത്തു കഴിയുമ്പോഴേക്കും പുതിയ ചിമ്പ് വരുന്നുണ്ടായിരുന്നു. നല്ലൊരു ചിമ്പ് പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഏത് മാസമായിരുന്നു നമ്മൾ കൊടുത്തത്? ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടൊരു 1.5-2 മാസമായി. ഈ സമയത്തേ കൊടുത്തു? എന്താണെന്ന് പറഞ്ഞാലൊരു നവംബർ ആണെന്ന് തോന്നുന്നു. നവംബർ ഡിസംബർ സമയത്തല്ലേ? നവംബർ അവസാനം ഡിസംബർ ആദ്യമൊക്കെയാണ് അങ്ങനെ കൊടുത്ത് മണ്ണിന് വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നീട് മണ്ണിൽ എന്ത് വളങ്ങളാണ് നമ്മൾ ചെയ്യുക? അത് കഴിഞ്ഞിട്ടൊരു വളമായിട്ട് കൊടുത്തൊരു ഞാൻ യാരാമിലയാണ് കൊടുത്തത്. യാരാമില എത്ര അളവ്? യാരാമില കൊടുത്തത് 2 കിലോ, 2 കിലോയും 200 ഒരു മൈക്രോഫൂട്ടും ഒരു മൈക്രോഫൂട്ട് ഞാൻ കൊടുത്തത്. അത് കൊടുത്തത് 1/2 കിലോ. അത് എത്ര ലിറ്റർ ഉള്ള? 200 തന്നെ. അത് കലക്കി നമ്മൾ ഡ്രെയിൻ ചെയ്തു. എത്ര ലിറ്റർ വെച്ച്? അതൊരു 8-10 വെച്ച് ചെടിയുടെ അവസ്ഥ വെച്ച്. വലിയ ചെടിയാണെങ്കിൽ 10 വെച്ച് 10. അതിനുശേഷം പെട്ടെന്നുള്ള ഈ ചരമൊക്കെ അങ്ങോട്ട് കാപിടിച്ച് ഞാനത് ഞാനൊരു ഫോളിയാറും കൊടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഫോളിയാർ എന്തൊക്കെയാണ്? ഫോളിയാർ കൊടുത്തത് നമ്മുടെ 13.045,
പിന്നെ നമ്മുടെ MKP 52-34. അളവും കൂടെ പറഞ്ഞു പോണേ. ആ MKP നമ്മൾ കൊടുത്തത് 1 കിലോ, 13.45 അര കിലോ. പിന്നെ നമ്മുടെ മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പ് കോടെ അതൊരു 300. ഫ്ലവറിംഗ് ഗ്രോത്ത് ഹോർമോൺ അല്ലേ? അതൊരു 300 മില്ലി. പിന്നെ എത്ര ഉള്ളെന്ന് തോന്നുന്നു, ഇത്രയും കൂട്ടി സ്പ്രേ കൊടുത്തു. എത്രയും 200 കലക്കിട്ട് സ്പ്രേ കൊടുത്തു. അതിനുശേഷം നമുക്ക് വള്ളി അങ്ങനെ മാറ്റം വന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം വള്ളിക്ക് ചെറിയ നേട്ടം വെക്കുന്നുണ്ടായിരുന്നു. കായൊക്കെയാണല്ലോ നല്ല കയറുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിൽക്കുന്നത്. ഇന്നും ആവറേജ് കാ നമ്മുടെ തോട്ടത്തിലുണ്ട്, ഈ ചൂടുള്ള മേഖലയിലാണ് പോലും. ഇതിൻ്റെ ഒരു രഹസ്യം ഇതൊക്കെയുണ്ട്. പിന്നെ നമ്മൾ ഈ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടേ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മജീവികളെ മണ്ണിൽ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് യൂട്യൂബിൽ നിന്ന് അറിവ് കിട്ടി. അപ്പോൾ അത് ഒരു ഭയങ്കര കാര്യമായിട്ട് അപ്പം മണ്ണിലെ നമ്മുടെ ഈ വളത്തിൻ്റെയും ഇത് അത്യാവശ്യം ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഈ സൂക്ഷ്മജീവികളിലൂടെ മാറുന്നുണ്ട്. മണ്ണൊക്കെ മണ്ണ് കറക്റ്റ് ആവുന്നുണ്ട്. പിന്നെ വേര് അതുപോലെ തന്നെ ഈ കേട് അങ്ങനെയുള്ള എല്ലാം തന്നെ ഈ ഇത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല മാറ്റമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ നമ്മുടെ ചെടിക്ക് വീടിന് മെയിനായിട്ട് കാരണം എനിക്ക് തോന്നുന്നു. സൂക്ഷ്മജീവികളെ പറ്റിയുള്ള അറിവ് ഒരു ഭയങ്കര ഒരു അറിവ് തന്നെയായിരുന്നു. അതെ. അപ്പം ഇപ്പോൾ കൺസോഷ്യം ഒക്കെ ഇട്ടാണ്ട് 2500 രൂപ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കൊരു 4000 ലിറ്റർ കലക്കി ഒഴിക്കാൻ, അത് ഒരു 400 അടിക്ക് ഒഴിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അഡീഷൻ്റെ വാമ് ഒരു 1/2 കിലോ വെച്ച് ഒരു ബാരലിന് ചേർത്താണ് കൊടുത്തത്. ഈ കൺസോർഷ്യം വെച്ചിട്ട് ബെറ്റർ ആയിരുന്നല്ലേ? പിന്നെ നല്ല റിസൾട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴും മണ്ണിൽ ചെറിയൊരു ഈർപ്പം വേണം. അപ്പോൾ ഇത് ഫങ്ഷൻ അങ്ങനെയൊക്കെ കൊടുത്ത് അപ്പോൾ സൂക്ഷ്മജീവികളും മണ്ണിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക, അതുപോലുള്ള നല്ല നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതെ. പിന്നെ ഞാൻ പറയാൻ പറ്റൊരു കാര്യമുണ്ട്, കിട്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം നല്ല എല്ലുപടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതും നമ്മൾ അടുത്ത വർഷത്തെ ആദായത്തിൽ അതിൻ്റെ ഒരു കിട്ടും എന്ന്, അതായത് മെയിനായിട്ട് അതും ഒരു ഘടകമാണ്. നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്കും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം അതിനെക്കുറിച്ച്. ഓക്കെ. അപ്പോൾ ചേട്ടായിയുടെ കീടനിയന്ത്രണം ആ മാർഗ്ഗങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഇമാമെറ്റിനൊക്കെയാണ്. ഇമാമെറ്റിൻ തൈമത്താക്സം കൊടുത്തു. ഇപ്രാവശ്യം പിന്നെ കൊറോജൻ കൊടുത്തു, ആ കൂടെ മിഡ. അപ്പോൾ അങ്ങനെയൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് തണ്ടുവരപ്പനൊക്കെ കൺട്രോളാണ്. ചൊറിയൊക്കെയാണെങ്കിലും വലിയ കുഴപ്പമില്ല, കൺട്രോളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ബാക്ടീരിയയിൽ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒരു മരുന്ന് കൊടുത്തിട്ട് എനിക്കത് അത്ര കൺട്രോൾ ആയില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം കായെടുപ്പ് കഴിയുമ്പോഴേക്കും ഇപ്പോൾ ശരത്തിലിപ്പോൾ ഒരു കൊത്തിൽ എത്ര കാവച്ചൊക്കെ ഉണ്ട്? ഇപ്പം നമുക്കൊരു 4-5 കാവരൊക്കെയുള്ള ഉണ്ട് കേട്ടോ. ഉണ്ട് ഇപ്പോഴും ഉണ്ട്. എല്ലാത്തിലൊന്നും ഇല്ല, എന്നാലും ഒരു ആവറേജ്. ചില വള്ളികളിലുണ്ട്, ബാക്കിയുള്ളതിൽ 2, 3, 5, 4 അങ്ങനെയൊക്കെ പല രീതിയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനം ഈ വർഷത്തെ ഉൽപ്പാദനമൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൃഷി രീതി? ഈ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. അത് 2025 ഞാൻ ചോദിച്ചത്, കാരണം ഈ വർഷം 2 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത്. ഈ വർഷം അത്യാവശ്യം നല്ല കായ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ തൈച്ചെടിയായിരുന്നു. അപ്പം കായ കുറവായിരിക്കുമല്ലോ തീർത്തും. പിന്നെ ഉൽപ്പാദനം കൂടിക്കൂടി വരുന്നുണ്ടോ? അതെങ്ങനെയാണ്? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. അപ്പം കായുണ്ട്, ഇപ്പോൾ കാ പിടിക്കുന്നുണ്ട്, നല്ല ഫ്ലവറിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയ രീതിയിലുള്ള ഐഡിയ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തല്ലേ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ ഒരു ചൂട് കൂടിയ മേഖലയാണല്ലോ ഇവിടെ. ഈ ഫെബ്രുവരി മാർച്ച് ഈ സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ചെടിക്കൊക്കെ പുതയിട്ടേക്കുന്നത് കാണാം. അപ്പം മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ചൂട് കൂടിയ സ്ഥലത്ത് ഈർപ്പം പിടിച്ച് നിർത്താനൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നത്? ഈർപ്പം എന്ന് പറയാൻ മെയിനായിട്ട് തന്നെ നമ്മൾ പുത കൂട്ടിയിട്ട് നനച്ചു കൊടുക്കും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മുതല ബാക്ടീരിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നടിച്ചു എടുത്തിട്ടുണ്ട്. അതും ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഷെയ്ഡ് ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഗ്രീനെറ്റ് കെട്ടിയില്ല, നമ്മളിപ്പം കെട്ടാൻ തുടങ്ങുന്നുള്ളൂ. അടുത്ത ദിവസം കെട്ടണം. നിലവിൽ വലിയ പ്രശ്നമില്ല. അടിഭാഗത്തൊക്കെ കുറച്ച് വെയിലടിക്കുന്നുണ്ട്. വേനൊക്കെ നനയ്ക്കാറൊക്കെ ഉണ്ടോ അതിൻ്റെ കൂടെ? നനയ്ക്കാറുണ്ട്. മെത്തിലോ ബാക്ടീരിയ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഷെയ്ഡിന് വേണ്ടിയിട്ട് ഗ്രീനെറ്റ് എല്ലാ പ്രിക്കോഷൻസും എടുത്താണ് നിൽക്കുന്നതല്ലേ. ഇവിടെ ഇത്രയും ചൂടുള്ള മേഖല ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇത്ര ഒരു കൃഷി അറിവ്. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ റൂട്ട്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ കയറി ചെല്ലുന്നു. സാധാ കർഷകരുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ എടുത്തുന്ന കേട്ടോ.
അപ്പോൾ എന്തായാലും ഇത്രയും വളരെ സന്തോഷം തോന്നുന്നു. നേരത്തെ കണ്ടപ്പോൾ ഇരുന്ന ഒരു മുഖമല്ല ഇപ്പോൾ. നമ്മളിപ്പോൾ കൃഷി ഇപ്പോൾ കരിങ്കാടായിരുന്നല്ലോ, കരിങ്കാട് അങ്ങനെ വെട്ടിത്തെളിച്ച് പണിതപ്പോൾ അതിൻ്റെ ഒരു കയ്യിൽ ക്യാഷ് ഒന്നും ഏകദേശം നമുക്ക് ഈ 2026 ഷുവറായിട്ട് രക്ഷപ്പെടില്ലേ? കുഴപ്പമില്ല, നല്ല പ്രതീക്ഷയുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ ഇതിന് ഈ കൃഷിയെ പറ്റി ഇത്ര അറിവില്ലാതിരുന്ന സമയത്തൊക്കെ നമ്മളെ സഹായിച്ചത് ആരൊക്കെയാണ്? ഞാൻ ആദ്യമൊക്കെ യൂട്യൂബ് വീഡിയോ ഇന്ന് ശ്രദ്ധിച്ച് അതിനകത്ത് അറിവുകളൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു കൃഷിയൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിനകത്തുള്ള ഗ്രൂപ്പുകളുണ്ടോ? ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ നല്ല സുഹൃത്തുക്കൾ അവരോട് ചോദിച്ച് അപ്പോൾ അവരെല്ലാം പറഞ്ഞു തരുമൊക്കെ ചെയ്യായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ വേണമല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടും ഒക്കെയാണ് മനസ്സിലാക്കിയത്. മനസ്സിലാക്കി അങ്ങനെയാണ്. സ്വന്തമായിട്ട് പ്രത്യേക അറിവൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ കണ്ട് അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കൾ വഴി ഒക്കെ ഒരുമാതിരി പഠിച്ചെടുത്തു. കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ എല്ലാം ഒരു നമുക്കൊരു ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം എപ്പോഴും ഞാൻ വരാം. വരുന്ന സമയത്ത് ഈ തോട്ടത്തിലൊക്കെ നിറവിളവായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ഞാൻ ഒന്നുകൂടെ വരും. അപ്പോൾ കുറച്ചുകൂടെ ഊർജ്ജമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദി കിരൺ ചേട്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫാർമേഴ്സ് അഗ്രോ രാജകുമാരി, അപ്പോൾ ആ ഒരു ഷോപ്പുകാർ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കർഷകൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവർ തന്നു വിട്ടിട്ടുണ്ട്. അത് ഞാൻ ചേട്ടന് കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നു വിട്ടു എന്നൊന്നും എനിക്കറിയില്ല. വിളിക്കുന്നത് ഞാനവിടെ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുകയാണ്. അവർ ആ സാധനം നമുക്ക് പാക്ക് ചെയ്ത് തരുക ചെയ്യുന്നത്. ഇവിടെ വന്ന് കർഷകൻ വേണം അത് ഓപ്പൺ ചെയ്ത് നമുക്ക് എല്ലാവരും കാണാൻ വേണ്ടി. അപ്പോൾ നമുക്കതൊന്ന് എടുത്താലോ? സന്തോഷമായിട്ട് മുഖമൊക്കെ ചിരിച്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ രാജകുമാരി. അവർ കിരൺ ചേട്ടനായിട്ട് വന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിക്കോട്ടോ. അയ്യോ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു പ്രേക്ഷകർക്ക് എന്തായാലും അറിയണമെന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താ കിട്ടിയെന്നൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നോക്കാമല്ലോ. ഇത് ഫാർമേഴ്സ് അഗ്രോൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് നമ്മുടെ കിരൺ ചേട്ടന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടേക്കുന്നത്. കണ്ടോ? അതോടൊപ്പം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യാം. ഇത് അവരുടെ ബില്ല്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എന്താണെന്നുള്ളത്. ഓക്കെ 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 ഷോഫ്കോയുടെ പൊട്ടാസ്യം സിലിക്കേറ്റ്, ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ് ആട്ടോ നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ നമ്മുടെ കിരൺ ചേട്ടനായിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്താ, അതോടൊപ്പം തന്നെ അവരുടെ ബില്ലും കൂടെ പിടിച്ചോട്ടോ. കാരണം ആരും എന്ത് തന്നാലും നമ്മൾ ബില്ല് ഗിഫ്റ്റാണ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ പോലെ ഒരു ബില്ല് അത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 35% തൊട്ട് പൊട്ടാഷും 55 തൊട്ട് 60% വരെ സിലിക്കയും ചേർത്തിരിക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 200 തൊട്ട് 300 ഗ്രാം വരെ ചേർക്കാം. ചേർത്തിട്ട് ചെടി നന്നായിട്ട് കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക. ഇത് ചൂടിനെ പ്രതിരോധിക്കുക. അതായത് ചെടികൾക്കുള്ള ഉണക്ക വെക്കുന്നതിനെ പ്രതിരോധിക്കും. ഇനി പൊട്ടാഷ് ചെന്നാലാണല്ലോ നമ്മുടെ ചെടികളുടെ സ്റ്റൊമാറ്റ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. സിലിക്ക നല്ല വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളൊരു മൂലകം കൂടിയാണ്. അപ്പോൾ ഇത് 1000 ലിറ്റർ വെള്ളത്തിനുണ്ട്. അപ്പോൾ ഗുണമായാലും നമ്മളിവിടെ ഒരു 5 ബാരലാണ് ഈ ഫോളിയാർ അങ്ങനെയുള്ള കഴിച്ചത്. അപ്പോൾ കറക്റ്റാണ്. കറക്റ്റാണ്. ഈ ഒരു ഏക്കർ തോട്ടത്തിലേക്ക് അടിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത്രയും ഒരു തിരക്ക് പിടിച്ചിരിക്കല്ലോ. ഞാൻ രാവിലെ ഇച്ചിരി മണ്ണിടിയിലൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കവാത്തെടുക്കാണ്ടായിരുന്നു. ഒരു 10 രൂപയ്ക്ക് മണ്ണിടാണ്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കവാത്തെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ടെന്നീസ് ബായുടെ വിളി വരുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ഉണ്ട്. ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നോർത്ത് കയറി വന്നതാണ്. ഞാനും ഇവിടെ വഴി വന്നിട്ടാണ് വിളിച്ചത്. രാവിലെ വിളിച്ചു, ഇന്ന് പണിയൻകുടിയിൽ ഉണ്ടെന്ന് പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് പ്രതീക്ഷിച്ചായിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഓക്കെ, ഒരുപാട് നന്ദി ചേട്ടാ. അപ്പോൾ സന്തോഷമായിരിക്കും. അപ്പോൾ വരും വർഷങ്ങളിലും ഈ തോട്ടിൽ നല്ല ഉൽപ്പാദനം, നല്ല ഈൽഡ് എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഞാൻ വരും. വരണം വരും. അതുപോലെ തന്നെ നമ്മളെ കൃഷിക്കാർക്ക്, പുതിയ കൃഷിക്കാർക്കൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കൃഷി അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.